നമ്മുടെ പ്രാദേശിക ചരിത്രം പരിചയപ്പെടുത്തുന്ന ടാൻബാക്ക് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന കുളങ്കര പള്ളിയെക്കുറിച്ചാണ് ഇന്നത്തെ ടാൻബാക്കിന്റെ എപ്പിസോഡ്. സയ്യിദ് മുഹ്ലാർ ആറ്റക്കോയ തങ്ങളാണ് കുളങ്കര പള്ളി സ്ഥാപിച്ചത്. വലിയ കീപ്പാട്ട് എന്ന സയ്യിദ് ഭവനത്തോട് ചേർന്നാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മസ്ജിദ് നിർമ്മിച്ച ശേഷം ആറ്റക്കോയ തങ്ങൾ മക്കയിൽ ഹജ്ജിന് പോവുകയും അവിടെ വെച്ച് മക്ക മുഫ്തി സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ എന്നിവരെ കണ്ടുമുട്ടുകയും അദ്ദേഹം മലബാറിലെ കുളങ്കര പള്ളിയിൽ ദർസ് പഠനം നടത്താൻ ഉപദേശിക്കുകയും ചെയ്തുവെന്നും ഇതിനെ തുടർന്ന് ആറ്റക്കോയ തങ്ങൾ കുളങ്കര പള്ളിയിൽ ദർസ് പഠനം ആരംഭിക്കുകയും 30 വർഷത്തോളം കാലം യാതൊരു പ്രതിഫലവും കൂടാതെ ദർസ് പഠനം നടത്തുകയും ചെയ്തുവെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. മാട്ടൂൽ കാവിയായ വളപട്ടണത്തെ ഉമ്പിച്ചിക്കോയ തങ്ങളുടെ ശിഷ്യൻ സയ്യിദ് ഹാമിദ് ബുഖാരിയാണ് മക്കയിൽ നിന്നും ഇവിടെ റിഫായ റാത്തീബ് കൊണ്ടുവന്നത്. കുളങ്കര പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന റാത്തീബ് ഹലറയിൽ എല്ലാ മാസവും 14 രാവിൽ റിഫായി റാത്തീബും എല്ലാ വർഷവും ജമാദുൽ അവൽ മാസത്തിൽ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ പേരിലുള്ള ആണ്ട് നേർച്ചയും വിപുലമായി നടത്തി വരുന്നു. അമൂല്യമായ മതഗ്രന്ഥങ്ങളും ഖുർആൻ കഴിയെഴുത്ത് പ്രതികളും ഈ മസ്ജിദിൽ കാണാവുന്നതാണ്. നിരവധി തവണ കൂട്ടിച്ചേർക്കലുകൾക്ക് വിധേയമായ കുളങ്കര മസ്ജിദിന്റെ സമീപപ്രദേശങ്ങളിൽ നിരവധി പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ സയ്യിദ് ജാഫർ സാദിഖ് മുല്ലക്കോയ തങ്ങൾ വളപട്ടണം. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ വളപട്ടണം മാർക്കറ്റിന് സമീപമുള്ള കുളങ്കര പള്ളിയിലാണ്. ഏകദേശം 3 നൂറ്റാണ്ടിലേറെ 300 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പള്ളിയാണ് വളപട്ടണം കുളങ്കര പള്ളി. അതിനോടനുബന്ധിച്ച് നിലകൊള്ളുന്ന റിഫായി ദഫ് റാത്തീബ് ഹലറ എല്ലാ മാസവും 14 രാവ് റിഫായി ദഫ് റാത്തീബ് ഇവിടെ വെച്ച് നടക്കാറുണ്ട്. വർഷത്തിൽ ജമാദുൽ അവ്വലിൽ റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ആണ്ട് നേർച്ച നടന്നു വരുന്ന ഒരു പള്ളിയാണ് കുളങ്കര പള്ളി. അതുപോലെ തന്നെ കുളങ്കര പള്ളി ഏകദേശം കേരളത്തിൽ ആദ്യമായി ഹോസ്റ്റൽ സംവിധാനത്തിലൂടെ കേരളത്തിൽ ആദ്യമായി ദർസ് നടത്തിയ ഒരു പള്ളിയും കൂടിയാണ്. 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വയത് പരമ്പരയൊക്കെ ഈ പള്ളിയിൽ നടന്നു വരുന്നു. പഴയ കാലത്ത് ഒരുപാട് പഴയ ഗ്രന്ഥങ്ങൾ കിതാബുകൾ ഈ പള്ളിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, സൂക്ഷിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ വളപട്ടണത്ത് വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് മഹാന്മാരായ സാദാത്യങ്ങൾ അന്ത്യവിശ്രമവും ഈ പള്ളിയുടെ പരിസരത്ത് കൊള്ളുന്നുണ്ട്. ഈ റാത്തീബ് സ്ഥാപിച്ച സയ്യിദ് ഹാമിദുൽ ബുഖാരി തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ഹംസക്കുട്ടി തങ്ങൾ, സയ്യിദ് മുഹ്ലാർ ആറ്റക്കോയ തങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് മഹത്തുകൾ ഈ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. 300 വർഷത്തിൽ ഏറെ പഴക്കമുള്ള ഒരു മക്ബറ തന്നെയാണ് ഇവിടെ കിടക്കുന്ന ഓരോരോ ആൾക്കാരും. അതുപോലെ വലിയ കീപ്പാട്ട് എന്ന് പറയുന്ന ഈ ഭവനത്തിൽ ജനിച്ചു വളർന്ന സാദാത്യങ്ങളാണ് ഇതിൻ്റെ പരിസരത്ത് ഈ മക്കാമിൻ്റെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൽപ്പെട്ട മഹാന്മാർ തന്നെയാണ് ഇവിടെ ദർസ് നടത്തിയതും. റൂമിലിട്ടുണ്ട് ഇത് കുളങ്കര പള്ളിയെക്കുറിച്ചുള്ള ടാൻബാക്കിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം.